എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം, ആരും സഹായം ഇല്ലാതെ പാരിൽ പാരം നിരാശയിൽ നീറും നേരം, കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. അല്ലലിൻ വഴിയിൽ ആഴിയിൻ അലയിൽ തകരാതെ ഹൃദയം അതെ ഞാൻ അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, ഉറ്റവർ സ്നേഹം അറ്റുപോയാലും ഏറ്റം പ്രിയർ വിട്ടു മാറിയാലും, മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. മാറ്റമില്ലാത്ത മിത്രം നീ മാത്രം, മറ്റാരുമില്ല പ്രാണപ്രിയ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയ കാത്തിടുന്നു. നിൻമുഖം നേരിൽ എന്നു ഞാൻ കാണും, എൻ മനമാശയ കാത്തിടുന്നു. നീ വരാതെൻ്റെ കണ്ണുനീരല്ല തുവരുകയില്ല പ്രാണനാഥ. നീ വരാതെൻ്റെ കണ്ണുനീരല്ല തുകരുകയില്ല പ്രാണനാഥ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. എന്നേശുനാഥനേ, എന്നാശ നീയേ, എന്നാളും മന്നിൽ നീ മതിയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്
നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോമർക്കെഴുന്ന ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 32 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിലുള്ള 32 വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അതിൽ പൗലോസ് റോമിലുള്ള പ്രിയപ്പെട്ടവരെ പോയി കാണാൻ ആഗ്രഹിക്കുന്നെന്നും അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ചില ആത്മീയമായ പ്രചോദനങ്ങൾ ഉണ്ടാകാനും അങ്ങനെ ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ്മയിൽ സന്തോഷിക്കാനുമായിട്ട് പൗലോസ് ആഗ്രഹിക്കുന്നെന്നും എന്ന് മാത്രമല്ല, താൻ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ചില ന്യൂക്ക് ആൻഡ് കോർണർ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമല്ല, അന്നത്തെ പരിഷ്കാരത്തിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും പരിഷ്കാരം നിറഞ്ഞുകൊള്ളുന്ന സ്ഥലം എന്നറിയപ്പെടുന്ന റോമിലും അദ്ദേഹം അത് പ്രസംഗിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതും ആരുടെ മുന്നിലും എവിടെയും ലജ്ജിക്കേണ്ട ഒരു കാര്യമല്ല സുവിശേഷം. കാരണം വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി ദൈവനീതി ലഭിക്കുന്നു എന്നുള്ള ആ സദ്വാർത്ത അതെവിടെയും എങ്ങനെയും ഏത് സാഹചര്യത്തിലും ആരുടെ മുന്നിലും പ്രസംഗിക്കാനായിട്ട് യോഗ്യമായ വചനമാണ് എന്ന് നമ്മൾ കാണാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് നമ്മൾ കണ്ടത് ലോകത്തിൽ ജനറലായിട്ടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് എല്ലാവർക്കുടെയും കണ്ണിൻ്റെ മുന്നിൽ ദൈവം തൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ അവരുടെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ എന്നുള്ളൊരു കാര്യമാണ് ഒന്നാമത് പറയുന്നത്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ഈ ലോകത്ത് ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവത്തെ അറിയാനോ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കൊക്കെ ഉത്തരം ലഭിക്കത്തക്കവണ്ണവും അവർക്കൊക്കെ ഇൻക്വിസിറ്റീവായിട്ട് അവർക്കൊക്കെ ഒരു ജിജ്ഞാസയോടുകൂടെ ദൈവത്തെ അന്വേഷിക്കാൻ കാര്യങ്ങൾ അങ്ങനെ ആകേണ്ടതിന് വേണ്ടി ദൈവം ഈ പ്രപഞ്ചത്തെ അതുപോലെ സൃഷ്ടിച്ച് ഇതിന് പിറകിൽ ഒരു സൃഷ്ടിതാവുണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും അവർക്ക് വെളിപ്പെടുത്തക്കവണ്ണം, ഇതിന് പിറകിൽ ഒരു വ്യക്തിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവം തന്നെ നിത്യശക്തിയും ദിവ്യത്വവും ഈ സൃഷ്ടിയിലൂടെ താൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അത് അവിടെ താഴെ വായിക്കുന്നത് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. എന്നാൽ അവര് ആ ദൈവത്തിന്റെ വെളിപ്പാട് ഈ സൃഷ്ടിയിലൂടെ അവരുടെ ബുദ്ധിക്ക് തെളിവായിട്ട് വെളിപ്പെട്ട ആ വെളിപ്പാടിനെ, ആ സത്യത്തെ അവർ അംഗീകരിക്കാതെ അവരുടെ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ പക്ഷി, ഇഴജാതി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യങ്ങളാക്കി മാറ്റിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. അതുകൊണ്ട് ദൈവവും അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവർ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നാച്ചുറലായിട്ടുള്ള ബന്ധങ്ങളെ അൺനാച്ചുറലായിട്ടുള്ള ബന്ധങ്ങളാക്കി അവർ തീർത്തു എന്നുള്ള വിഷയം നമ്മളവിടെ കാണാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലിഖിതമായിട്ടുള്ള പ്രമാണം ലഭിക്കാത്ത വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് ദൈവത്തെ അറിഞ്ഞില്ലെന്നോ ദൈവം അവർക്ക് വെളിപ്പെടുത്തിയില്ലെന്നോ പറയാൻ കഴിയാതെ വണ്ണം അവരുടെ ബുദ്ധിക്ക് തെളിവായി ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പൗലോസ് ഒന്നാമതായിട്ട് പറയുന്നത്. എന്നാൽ ആ വെളിപ്പാടിന് അനുസരണം കാണിക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ അവരവരുടെ സ്വന്തം ബുദ്ധിയിലെ ചില വികൃതമായ ആശയങ്ങൾക്ക് അടിമപ്പെട്ട് അവർ ആ നിലയിൽ വ്യർത്ഥരായി തീർന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്നാമത് വായിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നത്, പ്രത്യക്ഷത്തിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ പ്രമാണം ലഭിച്ച യഹൂദന്മാരോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് തോന്നാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അങ്ങനെ തന്നെയാണ് താനും. പ്രത്യേകിച്ച് അതിന്റെ 2:17 മുതൽ യഹൂദനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നത്, നീ യഹൂദനെന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിക്കുകയും ന്യായപ്രമാണത്തിൽ പഠിക്കുകയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണം നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുഴക്ക് വഴികാട്ടുന്നവനെന്ന് തുടങ്ങി അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം ഞാനത് ഇതിലുള്ള ക്വസ്റ്റ്യനുകൾ ഈ 2-ാം അധ്യായത്തിൽ തന്നെ 8 ചോദ്യങ്ങൾ ചോദിച്ചാണ് പൗലോസ്. ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് ഉത്തരം പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക, പൗലോസ് തന്നെ അതിന് ഉത്തരം പറയുക. കാരണം ഏറ്റവും നല്ല പഠിക്കാനുള്ള നല്ല രീതി എന്ന് പറയുന്നത് ചോദ്യം ചോദിച്ച് പഠിക്കുക. അപ്പോൾ അവിടെ ഇന്നത്തെ ഈ കാലയളവിൽ പൗലോസ് എഴുതുന്ന ഈ എഴുത്തുകളെ ഒരു യഹൂദന്മാർക്ക് മാത്രം ആപ്ലിക്കബിൾ ആണെന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. കാരണം അത് യഹൂദന്മാരുടെ ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡിനെയാണ് ഒരുപക്ഷെ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നതെങ്കിൽ തന്നെ അത് ഇന്ന് ആ ഒരു മനോഭാവം അവരിൽ മാത്രമല്ല, ലോകമെമ്പാടും പല ആൾക്കാരിൽ ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
അപ്പോൾ ഞാൻ ഒന്നാമത് അവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, എന്തിനാണ് പൗലോസ് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയും ഇതുപോലെ വളരെ പ്രത്യേകമായ നിലയിലുള്ള ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താ? കാരണം ഇപ്പോൾ നമ്മൾ സാധാരണഗതി പറയാറുണ്ട്, യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വന്ന് എല്ലാവരുടെയും പാപത്തിന് വേണ്ടി മരിച്ചു. അപ്പൊ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി മരിച്ചപ്പോ പിന്നെ അവരെല്ലാം ശരിയായില്ലേ? അവരെല്ലാം അങ്ങ് രക്ഷിക്കപ്പെട്ടല്ലോ. ഇനി പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണ്? ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ യേശുക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതങ്ങ് അംഗീകരിച്ചാൽ പോരെ? അത് ലോകത്തിലെ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഓൾറെഡി നിലവിലുള്ളത് നമുക്കറിയാം. നമ്മുടെ സഹോദരങ്ങളിലും ചിലരൊക്കെ ആ നിലയിൽ ചിന്തിക്കുകയും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അങ്ങനെയാണെങ്കിൽ പിന്നെ പൗലോസ് ഈ ലേഖനങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. കാരണം എന്തിനാണ് ഈ 1-ാം അധ്യായത്തിൽ മനസാക്ഷിയിൽ അത് വെളിപ്പെടുത്തി കിട്ടിയവർക്ക് അത് അനുസരിക്കാൻ കഴിഞ്ഞില്ല? രണ്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ദൈവികമായിട്ടുള്ള ചില നീതിന്യായങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ റൈച്ചസ് സ്റ്റാൻഡേർഡിനെ കുറിച്ചും ഒക്കെ മനസ്സിലായ വ്യക്തികൾ അവരോട് അത് പറഞ്ഞ് അവർക്കത് പാലിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവർ പാപത്തിന് കീഴെയാണ് എന്ന് പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിക്കേറി വരുന്ന ഒരു സംഗതി അല്ല ഈ രക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അത് വെറുതെ ഒരുത്തൻ ഒന്നും ചെയ്യാതെ ആ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ചെയ്ത ഒരു കാര്യത്തിന് ഒരു റെസ്പോൺസും ഇല്ലാതെ, അത് ആവശ്യപ്പെടുക പോലും ചെയ്യാതെ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണെന്ന് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. നിശ്ചയമായിട്ടും ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളുടെ പാപത്തിനു വേണ്ടിയും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. എന്നാൽ അവന്റെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ അവൻ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. ഇപ്പൊ കർത്താവ് ലോകത്തിൽ വന്നപ്പോ പറഞ്ഞു, രോഗികൾക്കല്ലാതെ രോഗമില്ലാത്തവർക്ക് വൈദ്യനെ കൊണ്ട് എന്താ ആവശ്യം എന്ന് പറഞ്ഞതുപോലെ, ഒരു വ്യക്തി ആദ്യം അവന് രോഗമുണ്ടെന്നും എനിക്ക് രോഗത്തിന് ചികിത്സ വേണമെന്നും അവൻ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നടത്തപ്പെടേണ്ടതിന് അവൻ ആദ്യം പാപിയാണെന്നും ആ പാപത്തിനു വേണ്ടി അവന് സൗജന്യമായി നൽകപ്പെട്ട പാപപരിഹാരം കാൽവരി ക്രൂശിൽ നിവർത്തിച്ചത് അവന് വേണമെന്നും അവൻ ആവശ്യപ്പെടാതെ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം സൗജന്യമായി ഒരുക്കിയ രക്ഷ ഒരിക്കലും കടന്നു വരത്തില്ല. അങ്ങനെ തന്നെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അല്ലെങ്കിൽ പൗലോസോ അല്ലെങ്കിൽ ഈ ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാര് ആരും ഇതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാൽവരി ക്രൂശിൽ യേശു മരിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ആരും വറിയടിക്കണം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിച്ചോ, അങ്ങ് മുന്നോട്ട് പോയേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള രക്ഷ ഒരു വ്യക്തി പ്രാപിക്കുന്നതിന് മുന്നോടിയായിട്ട് അവന്റെ കുറവ് എന്താണെന്നും ആ കുറവ് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും ആ കുറവിന് വേണ്ടി കർത്താവ് എന്താ ചെയ്തതെന്നും അറിഞ്ഞ് അത് ദൈവത്തോട് പോയി ആവശ്യപ്പെടേണ്ടത് ആവശ്യം. ഇപ്പൊ ഞാനിപ്പോ പണ്ടൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ ഇതാക്കുമ്പോൾ പറയുന്ന ഒരു കഥ ഇങ്ങനെ ഉണ്ട്. കാരണം എനിക്കൊരു കടമുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ അത് വന്ന് വീട്ടിൽ കഴിയുമ്പം ഞാൻ ആ കടയിൽ പോയി ആ കടയുടെ ആൾ പറയുക ഇന്നാരെ എനിക്ക് തന്നു എന്ന് പറയുമ്പോൾ അതെ എൻ്റെ പേർക്കാ തന്നതെന്ന് ഞാനത് എഗ്രി ചെയ്യണം. അല്ലാതെ അവനാരാ എൻ്റെ കടം തരാൻ? അവൻ തരണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് കൊടുക്കപ്പെട്ടതായിട്ട് അത് കൂട്ടാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത് എല്ലാ ഭാഗത്തും ആ ലോജിക്ക് അപ്ലൈ ചെയ്യണ്ട. എന്നാൽ തന്നെ അതിന്റെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായിട്ട് ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നോക്കിയാട്ടെ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ചിന്തയാണ് ഈ ലോകത്തിൽ ഇന്ന് പിന്നെ മതത്തിന്റെ ആവശ്യം എന്താ, ദൈവത്തിന്റെ ആവശ്യം എന്താ, നീതി എന്താ, ന്യായം എന്താന്നൊക്കെ നമുക്ക് ബുദ്ധിയിൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് നമ്മുടെ ഭരണഘടനയുണ്ടല്ലോ, അത് പഠിച്ചാൽ പോരെ. എന്തിനാ ഈ ദൈവത്തിന്റെ ദൈവം എന്ന് പറയുന്നതും മതം എന്ന് പറയുന്നതും ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഈവിളാണെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ഒത്തിരി പേരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, നന്മതിന്മകളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് മാത്രമല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രമാണം പഠിപ്പിക്കാൻ എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമല്ല വന്നത്. നന്മതിന്മകളെക്കുറിച്ചൊക്കെ ബേസിക്കായിട്ട് കുറച്ചൊക്കെ എല്ലാ മനുഷ്യനും അറിയാം. എന്നാൽ ഈ നന്മതിന്മകളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് മാത്രമേ അവനിൽ ഉണ്ടാകുന്നുള്ളൂ. ആ നന്മതിന്മകൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ നന്മകൾ നിവർത്തിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതാ മനുഷ്യന്റെ പ്രശ്നം.
റോമാലേഖനം 7-ാം അധ്യായം വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. ഞാൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, എന്നാൽ അത് നിവർത്തിക്കേണ്ട സമയം വരുമ്പം ഞാൻ അറിയാത്ത വേറൊരു പാപപ്രമാണത്തിന് അതെന്നെ ബദ്ധനാക്കി കളയുന്നു. അതുകൊണ്ട് ഞാൻ അറിയാത്ത ഒരു നിയമം എൻ്റെ അവയവങ്ങളിൽ ഉണ്ട്. അതാണ് പൗലോസ് പറയുന്നത്, ദ ഫോഴ്സ് ഓഫ് സിൻ, പാപത്തിന്റെ ശക്തി എന്നിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും ശ്രേഷ്ഠമായ ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാമെന്നതോട് മാത്രം ദൈവത്തെ അറിഞ്ഞെന്നോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചെന്ന് വെച്ചോ. കാരണം നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഏറ്റവും സുപ്പീരിയോറിറ്റി കിട്ടാനുള്ള ഒരു വഴി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും അത് വെച്ചിട്ട് 4 പേരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങനെ ആയി തീരും എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുണ്ട്. എന്നാൽ അതങ്ങനെയല്ല. കാരണം നമുക്കറിയാം, നമുക്ക് പരീശൻ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും അറിയാം, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, അടുത്ത് നിൽക്കുന്ന ഈ പാപിക്കിട്ട് ഒരു കുത്തും കൂടെ കുത്തിക്കഴിഞ്ഞപ്പോഴാ അവന്റെ പ്രാർത്ഥന സമ്പൂർണമായത് എന്നൊരു മാനസികാവസ്ഥയിൽ അവനായിരിക്കുക. എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്ന കുറച്ചു പേരുണ്ട്. കാരണം പഞ്ചസാര ഒരു കുപ്പിക്കുള്ളിൽ ഇട്ടിട്ട് അത് മധുരിക്കുന്നു എന്ന് പറയുക, അത് ഒരിക്കലും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകാതെ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അവരുടെ മനസ്സ് താലോലിക്കുന്ന ചില ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഒരിക്കലും ആ ആശയങ്ങൾ പറയുന്നത് എന്താണോ അത് ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് വരിക. അപ്പം അങ്ങനെയുള്ളവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാ ഈ റോമാലേഖനം 2-ാം അധ്യായം എഴുതുന്നത്. ഏറ്റവും ടോപ്പായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന ആൾക്കാരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ബാക്കി ഉള്ളവരോടൊക്കെ കാര്യങ്ങൾ ഒരു നിലവാരം വരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ വളരെ കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടെയും അതിൻ്റെ ചെയ്യേണ്ട രീതിയിൽ മതനിയമങ്ങളൊക്കെ പാലിക്കുകയും, എന്നാൽ ഈ മതനിയമങ്ങൾ പാലിക്കുന്നതിന് ഉപരിയായിട്ട് ഒരിക്കലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. അവരുടെ വിചാരം ചില നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ട്, ചില കർമ്മങ്ങളും ആചാരങ്ങളും ചെയ്യുന്നത് കൊണ്ട് അവർ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നതെന്ന് അവര് ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ, they take things for granted that they are already in relationship with God and they are walking with God. ആ ഒരു നിലയിലേക്ക് ഞങ്ങൾ ഓൾറെഡി ദൈവത്തോടുള്ള ബന്ധത്തിലാണ്, കാരണം ഇത്രയും കൃത്യമായിട്ട് മതനിയമങ്ങളൊക്കെ ഞങ്ങൾ പാലിക്കുന്നു, ഞങ്ങളത് ഒബ്സർവ് ചെയ്യുന്നു. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും ദൈവത്തെ അറിയാനായിട്ട് ഏറ്റവും വിഷമമുള്ളവരും ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടാനായിട്ട് ഏറ്റവും പാടുള്ളവരുമായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരായത്. കാരണം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ പേരെ അറിയാം. കാരണം എല്ലാത്തിനും ഓരോ ചട്ടവട്ടങ്ങളുണ്ട്. മരിച്ചാൽ അവർക്ക് നിയമങ്ങളുണ്ട്, മരിച്ച് കഴിഞ്ഞ് അതിനെ അവരെ നിത്യതയിൽ എത്തിക്കാനായിട്ടുള്ള പരിപാടികളുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള പല ആചാരങ്ങളുണ്ട്. ഓരോ തെറ്റുകളോ അബദ്ധങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളോ പറ്റി അതിനൊക്കെ പരിഹാരമുണ്ട്. എല്ലാത്തിനും കർമാചാരങ്ങളിലൂടെ അതിന് പരിഹാരം കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ. അപ്പൊ ഇവരെയൊക്കെ വെച്ചിട്ടാണ് പൗലോസ് സത്യം പറഞ്ഞാൽ ഈ ലേഖനം, ഈ 2-ാം അധ്യായം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ, ഞാനൊരു കണ്ടംപററി ആയിട്ട് അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് ഇവരെയൊക്കെ നമുക്ക് ഈ റോമാലേഖനം വായിക്കുമ്പോൾ, 2-ാം അധ്യായം വായിക്കുമ്പോൾ അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ കാണാനായിട്ട് കഴിയും. കാരണം ഈ യഹൂദന്മാർക്ക് പറ്റിയ, അല്ലെങ്കിൽ ഈ പ്രമാണം ലഭിച്ചവർക്ക് പറ്റിപ്പോയ ഒരു അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് വിചാരിച്ചു ഈ പ്രമാണം കിട്ടി സ്വയം അളക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവനെ അളന്ന് അവന്റെ നീളവും വീതിയും ഒക്കെ എത്ര എന്ന് അവർ മനസ്സിലാക്കി. അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചെയ്യുന്നതിനെ അവർ വിധിച്ചു. എന്നാൽ സ്വയം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അർത്ഥം. എന്ന് മാത്രമല്ല, അവർക്ക് പ്രമാണം കിട്ടിയത് കൊണ്ട് അത് സത്യത്തിൽ ദൈവം, ഞാൻ ഇതിനു മുന്നേ പലവട്ടം ഇവിടെ നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പ്രമാണം അവർക്ക് ദൈവം കൊടുത്തത് ഈ പ്രമാണം ചെയ്യുന്നു എന്ന് അഭിമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല. പ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവമേ ഞങ്ങൾക്ക് ഈ പ്രമാണം നിവർത്തിക്കാൻ കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയും ആ വിശ്വാസത്താലുള്ള രക്ഷയിലേക്ക് ദൈവം അവരെ നടത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രമാണം അവർക്ക് കൊടുത്തത്. എന്നാൽ അവരത് തെറ്റിദ്ധരിച്ചിട്ട് ആ 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാതെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് പ്രമാണം അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലെങ്കിലും അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ
അർത്ഥമില്ലാത്തവരായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്താൻ കഴിയാത്തവരായി കാണാൻ. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായത്തിലാണ് ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നു, ന്യായപ്രമാണം കൊടുത്തത് അത് ക്രിസ്തുവിലേക്ക് നടത്താനുള്ള ഒരു ശിശുപാലകനായി ഭവിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാമും പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് നിവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിനും അറിയാമായിരുന്നു. എന്നാൽ ദൈവം അവിടെ ഉദ്ദേശിച്ചതിന് വിപരീതമായിട്ടൊരു കാര്യമാണ് ആ പ്രമാണം ലഭിച്ചവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവര് സ്വയം അത് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് വൃഥ അല്ലെങ്കിൽ ഒരു തെറ്റായ നിഗമനത്തിലേക്ക് പോവുകയും അത് ചെയ്യാൻ കഴിയാതെ ചെയ്യുന്നു എന്നവർ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അവർക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ പൗലോസ് വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിയാട്ടെ, ഞാനത് ജസ്റ്റ് ഒന്ന് വായിച്ച്. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ, നിനക്ക് പ്രതിവാദം പറവാനില്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസാരമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ഇവിടെ മുതൽ താഴെയുള്ള വാക്യങ്ങൾ വരെ 16 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിക്കുള്ള ചില പ്രത്യേകതകളും കൂടെ നമുക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും. കാരണം അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചു, അവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസാരമായിരിക്കുന്ന ദൈവത്തിന്റെ വിധി. അതുപോലെ തന്നെ ഒരിക്കലും തെറ്റിയൊഴിയാൻ കഴിയാത്ത ദൈവത്തിന്റെ വിധി. അതിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നനയ്ക്കുന്നു. ഒരിക്കലും തെറ്റിയൊഴിയാൻ കഴിയാത്തതായിട്ടുള്ള ദൈവത്തിന്റെ വിധി എന്ന്. അതിനുശേഷം നമ്മൾ കാണുന്നത് 5-ാം വാക്യത്തിൽ അവന്റെ നീതിയുള്ള ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് നിന്നെ കോപം ചരദിച്ചു വെക്കുന്നു എന്ന്. അതുപോലെ ഓരോരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. അപ്പൊ പ്രവർത്തിക്ക് തക്കവണ്ണമുള്ള വിധി എന്ന് നമ്മൾ അവിടെ കാണുകയാണ്. അതുപോലെ മുഖപക്ഷമില്ലാത്ത വിധി 10-ാം വാക്യം, അവന്റെ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ എന്ന് അവിടെ നമ്മൾ കാണുന്നു. അതുപോലെ ഈ ന്യായവിധി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ദൈവം സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന അത് നമ്മളവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ പല ദൈവത്തിന്റെ വിധിയെക്കുറിച്ചുള്ള പല ആട്രിബ്യൂട്ടുകൾ, അതിന്റെ പ്രത്യേകതകൾ അവിടെ എഴുതപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നോക്കിയാട്ടെ, അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നു. തെറ്റിയൊഴിയാൻ കഴിയാത്തതായിട്ടുള്ള ദൈവത്തിന്റെ വിധി അല്ല. ദൈവത്തിന്റെ ദയ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. ഇതിനു മുന്നേ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ചിലയിടത്ത് നമ്മൾ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള വിധിയെന്നും ചില സ്ഥലങ്ങളിൽ സുവിശേഷ പ്രകാരം ഉള്ള വിധി എന്നും നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് രണ്ടും സത്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നിട്ട് താഴെ നമ്മൾ വായിക്കുന്നത് ലോകത്തെ ദൈവം, ഞാൻ അതെടുത്ത് വായിക്കാം. അപ്പൊ 2 നിലയിൽ നമുക്ക് ദൈവത്തിന്റെ ന്യായവിധിയെ കാണാനായിട്ട് കഴിയും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എനിക്കിപ്പോ പനിയും ചുമയും പിടിച്ചിട്ട് ഞാൻ ഇരിക്കുക. അപ്പം ഈ തൊണ്ടവേദന ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തൊക്കെ ചെയ്തു പോകേണ്ടി വന്നു, അതുകൊണ്ടുള്ള ഇതായിരിക്കും. അപ്പം ഈ അസുഖത്തിന് ഞാനിങ്ങനെ സഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 നിലയിൽ എനിക്ക് സഫർ ചെയ്യാം. ഒന്ന്, എനിക്ക് അതിന്റെ റെമഡി എടുക്കാതെ എനിക്ക് സഫർ ചെയ്യാം. രണ്ടാമത്, ആ ഒരുക്കപ്പെട്ട അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു റെമഡി ഉണ്ട് അത് സ്വീകരിക്കുന്നത് കൊണ്ടും എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ ആൾക്കാർ ചോദിക്കും, ഈ പുള്ളി എന്താ ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കുന്നത്? ചിലർ പറയും പുള്ളി മരുന്നെടുത്തില്ല, വേറെ ചിലർ പറയും പുള്ളിക്ക് ചുമയാ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ദൈവത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവത്തിന്റെ വിധിയാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയും. എന്നാൽ അതിന് പരിഹാരം ഉണ്ടാക്കി.
യേശുക്രിസ്തു മുഖാന്തരം പരിഹാരമുണ്ട്. അവനിൽ വിശ്വസിച്ചാൽ മാത്രം മതി. സൗജന്യമായുള്ള രക്ഷ ഏത് വ്യക്തിക്കും അത് ലഭിക്കും. എന്നാൽ രണ്ട് നിലയിൽ പറയുന്നതും ശരി തന്നെയാ. ഒരു വ്യക്തി ഒരു പരിഹാരം ഉണ്ടായിരിക്കെ പരിഹാരം സ്വീകരിക്കാതെ അവൻ മരിച്ചുപോയി, അത് സത്യമാണ്. വേറൊരു നിലയിൽ പറയുക, ആ വ്യക്തി ഇന്ന അസുഖം വന്ന് ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത് വന്ന് മരിച്ചുപോയി, അതും സത്യമാണ്. എന്ന് പറയുന്ന പോലെ തന്നെയാ ഈ പ്രവൃത്തിക്കൊത്ത ന്യായവിധിയും സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്നു. കാരണം ദൈവത്തിന് ഒരു വ്യക്തിയെ അവനെ ന്യായം വിധിക്കാനുള്ള കാരണം എന്താ? അവന്റെ പ്രവൃത്തികൾ മോശമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അവൻ ഉയരാത്തത് കൊണ്ട് തന്നെ, പാപിയായതുകൊണ്ട് അവൻ ന്യായം വിധിക്കപ്പെടുന്നത്. എന്നാൽ അവന് രക്ഷപ്പെടാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നു, അത് ഉപയോഗിക്കാത്തതും കൊണ്ട് കൂടെയാ അവൻ ന്യായവിധിയിലായിത്തീരുന്നത്. ഇതാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കിയാട്ടെ, അങ്ങനെ നമ്മൾ വായിക്കുന്നു. അപ്പം ആത്യന്തികമായിട്ട് എന്താ ദൈവം ആഗ്രഹിക്കും? ഇപ്പൊ ഞാൻ ഇപ്പോൾ പറയുക, ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനാ എന്നൊക്കെ പറയുമ്പം അത് ഇങ്ങനെ വേണമെങ്കിൽ ഉപമിക്കാം. ഇപ്പൊ ഒരു മാവ് എൻ്റെ മുന്നിൽ നിൽക്കുന്നു, ഇത് മാവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വല്ലോ കാര്യമുണ്ട്? എത്ര വർഷം ഇത് നിലനിന്നാലും ഒരു മാങ്ങ പിടിച്ചാലല്ലേ അത് മാവെന്ന് പറയുന്ന ആ വാക്ക് അന്വർത്ഥമാവത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ ദൈവത്തെ അറിയുന്നു, വിശ്വാസിയാണ്, അല്ലെങ്കിൽ ദൈവഭക്തനാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നതുകൊണ്ട് മാത്രമായില്ല, ജീവിതത്തിൽ നിന്ന് അത് അവന്റെ പ്രവൃത്തി തലത്തിൽ അത് പുറത്തോട്ട് വരണം. അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിലൂടെ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിണാമത്തിലൂടെ അത് മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന അവസരത്തിലാണ് സത്യത്തിൽ ഇത് അന്വർത്ഥമായിട്ട്, അവൻ പറയുന്ന വാക്കിന് അന്വർത്ഥമായിട്ട് തീരുന്നത്. ഇവിടെ നമ്മൾ കാണുകയാണ് 7-ാം വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പൊ ഇന്ന് ജനറലായിട്ടുള്ള ഒരു വിചാരമുണ്ട്, ഈ രക്ഷയൊക്കെ സൗജന്യമാ, ആ സൗജന്യമായ രക്ഷയായതുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതി, പ്രത്യേകിച്ച് ജീവിതത്തിൽ നിന്നൊന്നും പുറത്തോട്ട് വരണ്ട എന്നൊക്കെ ഒരു വിചാരമുണ്ട്. എന്നാൽ അങ്ങനല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിൽ വിശ്വാസത്താൽ രക്ഷ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ലാതെ, ജീവിതത്തിൽ ഒരു രൂപാന്തരവും ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസിയാണ്, ബന്ധക്കോസുകാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല കാര്യം. ജീവിതത്തിലൂടെ ആ ദൈവത്തിന്റെ ആ ഗുണഗണങ്ങൾ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീയ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്, ഇവിടെ പറയുന്നത് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട്, അതിനുവേണ്ടിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവം ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിലൂടെ ശക്തിപ്പെടുത്തി അവനെ ജീവിതത്തിലൂടെ ആ നല്ല പ്രവൃത്തി വരാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. ഒത്തിരി വചനങ്ങൾ അതിനോടുള്ള ബന്ധത്തിലുണ്ട്. നമ്മൾ വിതയ്ക്കുന്നതിന്റെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ പറയുന്ന ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നു, നല്ല മണ്ണിൽ വീണ വിത്തോ അത് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നത് അത്രേ എന്നാ പറയുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരത്രേ. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിന് തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനായിട്ടല്ല, അത് ചെയ്യുന്നവനായിട്ട് തന്നെ താൻ വിശ്വസിക്കുന്നതിൽ ഭാഗ്യവാനായി തീരുമെന്ന് അതിന്റെ 1:21-24 ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അനേക ദൈവവചനങ്ങൾ കാണുന്നു. കാരണം നമുക്ക് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നും നമ്മൾ വിശ്വാസിയാണെന്നും ടെസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രവൃത്തിയിലൂടെയാണ്. അപ്പോൾ ദൈവം അതിനുവേണ്ടി ആ ഒരു നിലവാരത്തിലാണ് ദൈവം പ്രമാണം കൊടുത്തതെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് അനുസരിക്കുന്ന നിലവാരത്തിലേക്ക് എത്താതെ, അത് നേരത്തെ തന്നെ ആ ബുദ്ധിപരമായിട്ട് അതിനെ ഗ്രഹിച്ചിട്ട്, ബുദ്ധിപരമായിട്ട് ഏതാണ് നല്ലത് ഏതാണ് തിന്മയെന്ന് ഗ്രഹിച്ചിട്ട് അത് ചെയ്യുന്നതായിട്ട് അങ്ങ് ഭാവിക്കുക ചെയ്തത്. അവർക്കൊരിക്കലും അതിന്റെ പ്രാവർത്തികമായിട്ട് അത് നിവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് വരാനായിട്ട് ഒരിക്കലും കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ഈ ഏത് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റംസോ പ്രാക്ടീസസോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഇപ്പം പരിച്ഛേദനയെ ഏൽക്കുന്നു. പരിച്ഛേദനയെ കുറിച്ച് തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മൾ വായിക്കുന്നു, ഗലാത്യർക്ക് എന്ന ലേഖനത്തിൽ പരിച്ഛേദന ഏൽക്കുന്ന വ്യക്തി ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം അവനതിൽ തികവ് വരുമല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആയി ഇത് പറയുന്നത്. ആ പരിച്ഛേദന ഏറ്റതിന് ശേഷം അവൻ ആ
ആ ന്യായപ്രമാണം അവന്റെ ജീവിതത്തിൽ നിവർത്തിക്കുമ്പോഴാണ് അവൻ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്കും ലക്ഷ്യത്തിലേക്കും വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഏത് റിച്വൽ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ ഒക്കെ സ്നാനപ്പെടുന്നു, വെള്ളത്തിൽ പോയി നമ്മൾ മുങ്ങി വന്നത് കൊണ്ടല്ല അതിന്റെ കാര്യം. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർത്തെഴുന്നേറ്റതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആ വിശ്വാസം അപ്ലൈ ചെയ്ത് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്ന ഒരു അനുഭവത്തിലായി തീരുമ്പോഴാണ് ഈ സ്നാനത്തിന് വിലയുണ്ടാവുന്നത്. അല്ലാതെ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് മാത്രം അതിൽ എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഏത് ദൈവത്തിന്റെ പ്രമാണം, ദൈവികമായിട്ടുള്ള കൽപ്പനകൾ എടുത്തു നോക്കുക, അത് അത് അതിനോട് ചേർന്ന ഒരു അനുസരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരു ആ അനുസരണത്തോടു കൂടെയാണ് അത് മീനിങ് ഫുൾ ആവുന്നത്. അപ്പോഴാണ് നമ്മൾ വിശ്വസിച്ചു എന്നുള്ള യാഥാർത്ഥ്യം, അല്ലെങ്കിൽ നമ്മളിൽ ഈ ദൈവം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായിട്ട് തീരുന്നത്. അപ്പം ദൈവം കേവലം ഒരു ഇതുവരെ ഉണ്ടായിരുന്ന തത്വശാസ്ത്രങ്ങളൊന്നും പോരാ, ഒരു പുതിയ തത്വശാസ്ത്രം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, ഇനിയിപ്പോ കർമാചാരങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളങ്ങ് ഹൃദയത്തിൽ വിശ്വസിച്ച് മിണ്ടാതിരുന്നാൽ മതി എന്നല്ല പറയുന്നത്. ഈ വിശ്വാസമാർഗത്തിന്റെ ശ്രേഷ്ഠത നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ ഈ വിശ്വാസമാർഗത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടേണ്ടത് വളരെ ആവശ്യം. നോക്കിയാട്ടെ, താഴെ നമ്മൾ വായിക്കുന്നത് എല്ലാം പറഞ്ഞ് തീർക്കാൻ സമയമില്ലല്ലോ, ഞാനത് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. 12-ാം വാക്യം മുതൽ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ വായിക്കുന്നു. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധി, അല്ല, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവർ ഒക്കെ ഈ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അപ്പൊ നമ്മൾ നേരത്തെ 1-ാം അധ്യായത്തിൽ കണ്ടു. അപ്പം അവിടെ പറയുന്ന ദൈവം ആർക്കും ദൈവത്തോട് പ്രത്യുത്തരം പറയാനില്ലാതെ വണ്ണം അവർക്ക് ദൈവം കൃത്യമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ അവർ അങ്ങനെ കേട്ടവര് ദൈവത്തെ അനുസരിക്കായക കൊണ്ട് അവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും എന്നെഴുതിയിരിക്കുക. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവർ ഒക്കെ ഈ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ, അനുസരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ള സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ന്യായപ്രമാണം ആകുന്നു എന്ന് കാണിക്കും. അത് ന്യായപ്രമാണം ലഭിക്കാത്ത ജാതികൾ സ്വഭാവത്താൽ ന്യായപ്രമാണത്തിലുള്ളത് മുഴുവൻ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. മറിച്ച് ബേസിക് ആയിട്ടുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ വേണ്ട ചില കാര്യങ്ങളെ ഉദ്ദേശിച്ചാ പറയുന്നത്. അത് അവരും ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാര്യ കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ നിലയിലുള്ള ആ റൈച്ചസ്നെസ് ആ ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് പ്രത്യേകിച്ച് എഴുതപ്പെട്ട ഒരു പ്രമാണമായിട്ട് അത് ലഭിച്ചിട്ടില്ല. എന്നാൽ തന്നെ ആ നിലയിൽ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവർ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ടും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ആളിൽ തന്നെ. തുടർന്ന് ഫർദർ അതിന്റെ പ്രൂഫ് പോവുകയാണ്, നമുക്ക് നാളെ അത് ചിന്തിക്കാം. അവിടെ പറയുന്ന കാര്യം, മനസാക്ഷിയിൽ വെളിപ്പെടുത്തി കിട്ടിയവരോ, പ്രമാണമായിട്ട് ലഭിച്ചവരോ, അല്ലെങ്കിൽ ബുദ്ധിയിൽ ഇത് മനസ്സിലാക്കിയവരോ ആർക്കും ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ ദൈവം അവരിൽ നിന്ന് റിക്വയർ ചെയ്യുന്ന, ദൈവം ആവശ്യപ്പെടുന്ന നിലയിലുള്ള ഒരു ദൈവം അംഗീകരിക്കുന്ന ഒരു നീതി അവരിൽ നിന്ന് ഇത് മുഖാന്തരം ഉണ്ടാകാൻ ഇടയായി തീർന്നില്ല. അങ്ങനെ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ റിലിജിയോസിറ്റി കൊണ്ട്, നമ്മുടെ മതപരമായിട്ടുള്ള ഒരു ഫെർവർ കൊണ്ട്, അത് നമുക്കറിയാലോ, നമുക്ക് പ്രത്യേകിച്ച് ബെന്തക്കോസുകാർക്കൊക്കെ അത് കൂടുതലാണ്. എന്നാൽ നമുക്കൊരു കാര്യം നമുക്ക് എപ്പോഴും ചിന്തിക്കാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിലൂടെ നിന്റെ ഈ നീതി വെളിപ്പെടുന്നുണ്ടോ? അത് കർത്താവെ, ഞാൻ ഒരു വിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചില കർമാചാരങ്ങൾ കൊണ്ടല്ല കർത്താവെ. എൻ്റെ ഈ കർമാചാരങ്ങൾ വെറും പരിച്ഛേദന അവർക്ക് അഗ്രചർമ്മം പോലെ ആയിത്തീർന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പല കർമാചാരങ്ങളും അത് അർത്ഥമില്ലാത്തതാണെന്ന് ചിന്തിക്കാൻ ഇടയായിത്തീരാതെ നമ്മുടെ ജീവിതത്തിലൂടെ ഈ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന വചനങ്ങളൊക്കെ, യഹൂദനെ പറ്റി പറഞ്ഞ വചനങ്ങളൊക്കെ ഒരു നിലയിൽ നമുക്കും അപ്ലൈ ചെയ്ത് സ്വയം അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആയിത്തീരാതെ ഈ ദിവസങ്ങളിൽ യഥാർത്ഥ ദൈവജീവനിൽ ായിട്ട് ബന്ധപ്പെടുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളാകട്ടെ ആചാരങ്ങളാകട്ടെ, അത് ജീവനുള്ള ദൈവവുമായിട്ട് ഒരു സജീവമായ ബന്ധത്തിലേക്ക് വരാനാ ദൈവം ഉദ്ദേശിച്ചത്. അത് അങ്ങനെ തന്നെ ആകണം. ഈ ബന്ധമില്ലാതെ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു വിശ്വാസിയാണെന്ന് പറയാൻ തുനിഞ്ഞാൽ
നമ്മൾ ഈ യഹൂദനേക്കാളും ഈ പ്രമാണം ലഭിച്ച ഒരുപക്ഷെ ഈ നമ്മൾ വായിക്കുന്ന ഒരു മോറലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നല്ല നിലയിൽ ജീവിക്കണമെന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയെക്കാളും മോശമായി തീരുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ആയി തീരാതിരിക്കാനായിട്ടും നമ്മളെ ശോധനയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.